അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കോമ്പണൻ്റ്, CSS, ബൂട്ട്സ്ട്രാപ്പ്, ഈവൻസ്, യൂസ് സ്റ്റേറ്റ് ഹുക്സ്, അതുപോലെ തന്നെ പ്രോപ്സ്, കണ്ടീഷണൽ റെൻഡറിങ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അസൈൻമെൻറ്റ് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഗിറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ടെസ്റ്റ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്റ്റിലെ മറ്റൊരു ആട്രിബ്യൂട്ടായ കീ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. നമ്മൾ നേരത്തെ ഒരു ആട്രിബ്യൂട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ ഫോർ ആട്രിബ്യൂട്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടായിരുന്നു ക്ലാസ് ആട്രിബ്യൂട്ട്. അതുപോലെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് കീ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ കീ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. എ കീ ഈസ് എ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ ലിസ്റ്റ് എലമെൻറ്റ്. അതായത് ഒരു യുണീക്ക് എലമെൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ലിസ്റ്റുണ്ട്. എന്തായാലും നമ്മൾ ഓരോരോ സ്റ്റുഡൻറ്റിനും നമ്മളൊരു സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നുണ്ടാവും. അതുപോലെയാണ് ഈ കീ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ലിസ്റ്റ് ഉണ്ടാവും, ആ ലിസ്റ്റിനെ അതിലുള്ള യുണീക്ക് വാല്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനൊരു കീ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകാം. നമുക്ക് അതുപോലെ തന്നെ ഈ കീസ് ഹെൽപ്പ് ടു റിയാക്ട് ഐഡൻറ്റിഫൈ വിച്ച് ഐറ്റം ഹാവ് ചേഞ്ച്ഡ് ആർ ആഡഡ് ഓർ റിമൂവ്ഡ്. അതായത് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് ഐറ്റത്തിലാണ് നമ്മൾ റിമൂവ് ചെയ്തത്, ഏത് ഐറ്റത്തിലാണ് നമ്മൾ ആഡ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഒരു കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പറാണ് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ആ സ്റ്റുഡൻറ്റിൻ്റെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഒരു എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ്, കുറച്ച് പ്രൊഡക്റ്റിന് ലിസ്റ്റ് ഉണ്ടാകും. ആ പ്രൊഡക്റ്റിന് ലിസ്റ്റിൽ നമുക്ക് ഓരോരോ പ്രൊഡക്ട്സിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം, കൂട്ടിക്കൊണ്ടുവരാം. അതായത് നമ്മൾ ഇ കൊമേഴ്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടും. അത്തരത്തിലുള്ളൊരു ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ്, അതായത് റിയാക്റ്റ് ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ച് പഠിച്ചു. റിയാക്റ്റ് ബൂട്ട്സ്ട്രാപ്പിലെ ഒരു കാർഡ് എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റിനെ കുറിച്ച് പഠിച്ചു. നമുക്ക് അത് കോപ്പി ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സൈറ്റിൽ നിന്നും നമുക്ക് ഈ ഒരു സെക്ഷൻ കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാർഡ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യണം. ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോൻ്റെ ഈ സെക്ഷനിൽ മേലെയായിട്ട് ഐ ബട്ടണായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, എങ്ങനെയാണ് ഒരു ബൂട്ട്സ്ട്രാപ്പ് നമ്മളുടെ റിയാക്റ്റ് പ്രൊജക്റ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിനകത്തുള്ള കോമ്പണൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ടെസ്റ്റ്, ഈ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ആ ഒരു സെക്ഷൻ കോപ്പി ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ആ സെക്ഷൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സെക്ഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു. നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം എന്തായിരിക്കും വന്നിട്ടുള്ളത്. ഇവിടെ ഒരു div ടാഗിൽ പ്രോബ്ലം ഉണ്ട്, കോളം. ഓക്കെ, div ടാഗ് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതും ഒഴിവാക്കാം. പിന്നെ ഇതിൽ എറർ വരാൻ കാരണം ഫ്രാഗ്മെൻറ്റ് കാർഡ്, സോറി ഇവിടെ ഓൾറെഡി ഒരു div ടാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരു div ടാഗ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഞാൻ കോഡ് ഫോർമാറ്റർ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കോഡ് ഫോർമാറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാർഡില്ല, ബട്ടണില്ല എന്നൊക്കെ പറയുന്ന മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. ഓൾറെഡി അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നത്. ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആ ഒരു ഇമ്പോർട്ട് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇനി ആ എറർ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് പകരം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇവിടെ ലോഡായിട്ടുണ്ടാവും. ഓക്കെ, ആ വെബ്സൈറ്റ് ലോഡായിട്ടുണ്ട്. ഇതിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ലോഡായിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വെബ്സൈറ്റിൽ നമ്മൾ ആ ഒരു കാർഡാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഡമ്മി കാർഡാണ്, നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റം ചെയ്താണ്. ടൈപ്പ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഓൾറെഡി ഞാൻ ബൂട്ട് സ്ട്രാപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്നും ഇതുപോലെ ഇതിനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഒരു റോയിൽ ആഡ് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് നെക്സ്റ്റ് ആക്കി വരണം. ഇപ്പോൾ നമ്മളിവിടെ കോളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ ഒരു റോ ഡിവ് കൂടി ആഡ് ചെയ്യാം. റോ ഡിവ് നമുക്ക് റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ക്ലാസ് നമുക്ക് ക്ലാസ് നെയിം നമുക്ക് റോ എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ടാഗ് നമുക്ക് താഴെ കൊണ്ടുപോയി ക്ലോസ് ചെയ്യാം. ഇവിടെ കൊണ്ടുപോയി നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം, ആ റോയിൽ നമുക്ക് 3 കാർഡുകൾ നമുക്ക് വന്നതായി കാണാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അറേ, അതായത് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. അതിനകത്ത് ബ്രാൻഡ്, നെയിം, പ്രൊസസ്സർ, റാം, സ്റ്റോറേജ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ, പ്രൈസ്, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കുറേ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്നും കൂടിയും, അതായത് ഓരോരോ വാല്യൂസ് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇത് ഇത്രയും ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിത് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വേരിയബിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോപ്സിനകത്ത് നമ്മൾ സ്റ്റേറ്റ് നമ്മൾ ഐട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡ് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കോളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഈ ഒരു കോളം, ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനിവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഒന്നും കൂടി കോഡ് ഫോർമാറ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡിനെ നമുക്ക് ഇവിടെ നിന്നും ഹൈഡ്രേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിവ് സെക്ഷൻ മുതലാണ് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ഒരു റോക്കകത്ത് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ കോഡ് ചെയ്തുന്നത്. അതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇത് കട്ട് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം, അതായത് 6 കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 6 കാർഡ് ഇവിടെ വരാൻ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ 6 പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. ഇങ്ങനെ നമ്മൾ 6 പ്രൊഡക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്കത് ആ ഒരു ലൂപ്പിനകത്ത് മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് 6 പ്രൊഡക്റ്റ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കാത്തതുകൊണ്ട് ഒരു 6 പ്രാവശ്യം കോളം റീറെൻഡർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ പാഡിങ് 3 എന്ന് കൊടുത്തു. പാഡിങ് 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് പാഡിങ് 3 ആയിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പാഡിങ് 2 മതി. അപ്പോൾ അത് പാഡിങ് 2ൽ 2 ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ കാർഡ് ഹെഡർ ഉണ്ടല്ലോ, അതിന് ഞാനൊരു ക്ലാസ് കൊടുക്കാം. അതായത് ബി ജി കളർ സക്സസ്സോ വാണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. ഓൾറെഡി ഒരു കളർ കൊടുത്തു. നമുക്ക് സക്സസ് എന്നുള്ള കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഫോ എന്ന് കൊടുക്കാം. ജസ്റ്റ് കൊടുത്തു നോക്കാം. ഇൻഫോ അല്ലെങ്കിൽ വേണ്ട, സക്സസ് എന്ന് കൊടുക്കാം. ഓക്കെ, സക്സസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ സക്സസ് ആ ഒരു കളർ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ബ്രാൻഡ് ഡീറ്റെയിൽസ് വിത്ത്, അതായത് ബ്രാൻഡ് അതുപോലെ തന്നെ നെയിം, പ്രൊഡക്റ്റിൻ്റെ നെയിം നമുക്കിവിടെ ആഡ് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു എറർ കാണാൻ സാധിക്കും. കണ്ടോ? അതായത് വാർണിംഗ് ഈച്ച് ചിൽഡ്രൻ ഇൻ ലിസ്റ്റ് ഷുഡ് ഹാവ് യുണീക്ക് കീ പ്രോപ്സ്. അതായത് നമുക്ക് ഇനി ഇതിൽ എന്ത് ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്കൊരു യുണീക്ക് കീ വേണം, അല്ലെങ്കിൽ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് എറർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ലിസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു യുണീക്ക് ഐഡൻറ്റിഫയർ ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ കീ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഫസ്റ്റ് ഡിവിനകത്ത് തന്നെ ഇവിടെ നമുക്ക് കീ എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട്സിനെ വിളിക്കാം. അതിനുശേഷം നമുക്ക് ഐറ്റം, അതായത് നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഐറ്റത്തിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു യുണീക്ക് വാല്യൂ ഉണ്ടാകും. ഇവിടെ എന്തായാലും നമ്മൾ യുണീക്ക് വാല്യൂ തന്നെ കൊടുക്കാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ഇത് വർക്ക് ആകുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെയുള്ള യുണീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഐ ഡി ആണ്. ഈ പ്രൊഡക്ട്സിനകത്ത് നമുക്ക് യുണീക്കായിട്ട് വരുന്നത് ഐ ഡി ആണ്. ഇപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഓക്കെ, ഇപ്പോൾ ആ എറർ നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം നമുക്ക് ക്ലാസ് നെയിം എന്ന് കാണാൻ സാധിക്കും. അതായത് റിയാക്റ്റിൻ്റെ റൂൾ പ്രകാരം നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ് നെയിം എന്ന് വേണം വിളിക്കാൻ. അപ്പോൾ ഇതുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ എററും പോയി. നമ്മൾ ഇതിനൊരു യുണീക്ക് ഐഡൻറ്റിഫയർ കീ വെച്ചിട്ടുണ്ട്. അപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫയർ കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത, അതായത് നമുക്ക് എ പി ഐയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏത് വാല്യൂവിനാണ് യുണീക്ക് ഐഡൻറ്റിഫയർ ഉള്ളത് അത് വെച്ചിട്ട് വേണം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ, അതായത് നമ്മളുടെ നോഡ് ജെഎസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് ഡീറ്റെയിൽസ് ഒരു പേജ് ലിസ്റ്റായി വരുന്നു. അതുപോലെ തന്നെ മൈ ഓൺ ബ്ലോഗ്സ് ലിസ്റ്റായി വരുന്നു. അതും ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനലായിട്ട് ആ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീ ഐഡൻറ്റിഫയർ ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ വാല്യൂസും ഫിക്സ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ബ്രാൻഡിൻ്റെ വാല്യൂ, ബ്രാൻഡ് ഓക്കെ, കർലി ബ്രാക്കറ്റ്, അതായത് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഡൈനാമിക്കായിട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോക്കകത്തിടാം. ബ്രാൻഡ്, ഇപ്പോൾ ബ്രാൻഡ് എന്ന് കൊടുത്താൽ നമുക്ക് കാണാം ഫസ്റ്റ് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ടെക്സ്റ്റ് കളർ ഞാനിവിടെ കൊടുക്കാം. ടെക്സ്റ്റ് കളർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ബ്ലാക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് കളർ കൊടുത്തു. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇനി ഞാനിവിടെ പ്രൊഡക്റ്റ് നെയിം കൂടി കൊടുക്കാം. ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് നെയിം ഐറ്റം ഡോട്ട് നെയിം, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ നെയിമും കൂടിയും ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഫസ്റ്റ് വരുന്ന ബ്രാൻഡ് ആപ്പിളിനകത്ത് മാക് എയർ, ആപ്പിളിനകത്ത് ആപ്പിൾ പ്രോ, ഡെല്ലിനകത്ത് ലാപ്ടോപ്പിൻ്റെ പേര്, അങ്ങനെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ നമ്മൾ ഹെഡർ സെക്ഷനിൽ നമ്മളിത് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ടൈറ്റിലിനകത്ത് ഇതിൻ്റെ പേര് ഒരിക്കൽ കൂടി പ്രിൻ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിൻ്റെ പ്രൈസ് കൂടി ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ നെയിമും പ്രൈസും കൂടി നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്യാം. അത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കതിൻ്റെ കുറച്ച് സ്പേസ് വിട്ടുകൊണ്ട് ഒരു അതായത് നമുക്ക് അൺവാണ്ടഡ് സ്പേസ് വിടണമെങ്കിൽ ഒരു കർലി ബ്രാക്കറ്റിനകത്ത് സ്പേസ് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് കൊടുക്കാം. പ്രൈസ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാക്ബുക്ക് എയർ, അതിൻ്റെ പ്രൈസ് ഇവിടെ, എല്ലാത്തിൻ്റെയും പ്രൈസ് ഡോളറിൽ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കാർഡ് സെക്ഷനകത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പ്രൊസസ്സറുണ്ട്, റാമുണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കിത് ഇവിടെ കൊടുക്കാം. അപ്പോൾ പ്രൊസസ്സർ വേണം നമുക്ക്. അപ്പോൾ ജസ്റ്റ് പ്രൊസസ്സർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു. അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്തു, സ്പേസ് കൊടുത്തു. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ്, റാം കൊടുക്കാം. ഓക്കെ, റാം കൊടുത്തു. നമുക്ക് ഐറ്റത്തിനകത്ത് റാം എടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിവിടെ കൊടുക്കാം. അങ്ങനെ സ്റ്റോറേജ് കൊടുത്തു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക്
ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് താഴെ ഒരു ബട്ടൺ വെക്കാം. അപ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ബട്ടണിൽ ആഡ് എന്ന് പറയുന്ന, അതായത് ആഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രീസ് ആവണം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതും കൂടി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഒരു തൊട്ട് താഴെയായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാർഡ് ഡോട്ട് ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് ക്ലോസും ചെയ്യാം നമുക്ക്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാം. ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാം. ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി. ഇപ്പോൾ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കാണാൻ സാധിക്കും. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കതിന് ഒരു ക്യാപ്ഷൻ കൂടി കൊടുക്കാം, QTY. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണ് നമുക്ക് പ്ലസ് സൈൻ കൊടുക്കാം. ഓക്കെ, ഈ പ്ലസ് സൈൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു എൻ്റയർ ലുക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നമുക്ക് വേണം. അതാണ് നമ്മൾ ID എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐട്രേഷൻ പ്രോസസ്സിൽ നമ്മളൊരു കീ ആഡ് ചെയ്യണം. ആ കീ ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ യുണീക്ക് ഐഡൻറ്റിഫയറും ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് വർക്കാവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിനായിട്ട് നമുക്കൊരു ഫങ്ഷൻ എഴുതാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൽ കോൺസ്റ്റ് എന്ന് പറയുന്നൊരു വാല്യൂവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു യൂസ് സ്റ്റേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് സ്റ്റേറ്റിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. യൂസ് സ്റ്റേറ്റ് എന്തിനാണെന്ന്, അതായത് ഒരു പ്രോപ്പർട്ടിയിൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ സ്ട്രക്ചർ മെത്തേഡാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ചാൽ ഏത് ഭാഗമാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന റെൻഡറിങ് പ്രോസസ്സിനകത്ത് ആ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. എങ്ങനെയാണ് യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കൗണ്ടർ ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്കത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്, ഒന്നും കൂടി അഡ്വാൻസ് ആണെന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതായത് യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ഐറ്റംസ്, അതായത് ഐറ്റത്തിൻ്റെ ലിസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ പേര് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഈ മുകളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, അറേ, കോൺസ്റ്റൻറ്റ് വാല്യൂ അറേ, അതിനെ നമുക്ക് ഇങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുള്ളത് നമ്മളുടെ ഐട്രേഷൻ, അതായത് നമ്മൾ ഈ ഒരു ലൂപ്പിൽ വിളിച്ചിട്ടുള്ളത് നമ്മൾ മുകളിലത്തെ ആ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇപ്പോൾ അതിന് പകരം നമുക്ക് ഇനി ഇത് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം യൂസ് സ്റ്റേറ്റിലോട്ട് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ള കോൺസ്റ്റൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഡിഫാൾട്ടായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ, അതായത് യൂസ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മളുടെ ഈ HTML ടാഗിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രിമെൻ്റ് ആവണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ചേഞ്ച് QTY ഓക്കെ, അതിനുശേഷം നമ്മൾ അവിടെ നിന്നും ID പാസ് ചെയ്ത് കൊടുക്കാം. ID നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ID പാസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. ഇനി ഈ ഫംഗ്ഷനകത്ത് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കോഡ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കാം. നമ്മളെ ID നമുക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കൺസോൾ ഫംഗ്ഷൻ എഴുതി നോക്കാം. സെലക്റ്റഡ് ID പ്ലസ് കൊടുക്കാം. ഓക്കെ, സെലക്റ്റഡ് ID
പ്ലസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്ലിക്ക് ബട്ടൺ, അതായത് ഈ ബട്ടൺ നമുക്ക് ഇവിടെ വിളിക്കാം. ഓൺ ക്ലിക്ക്. ഓക്കെ, നമ്മളിതിവിടെ വിളിച്ചു. അതായത് ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ഇവിടുന്ന് ഈ ഇറ്ററേറ്റ് ചെയ്യുന്ന ഈ ഒരു ഐ ഡി പാസ് ചെയ്ത് കൊടുത്തു. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ, സെലക്റ്റഡ് 4 എന്ന് പറയുന്ന അറേയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1 എന്ന് പറയുന്ന ഐ ഡിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐ ഡി ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. കോൺസ്റ്റൻറ്റ് ന്യൂ ഐറ്റംസ്. അപ്പോൾ ഈ ന്യൂ ഐറ്റംസ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വിളിക്കുന്ന ആ ഒരു അറേ ഒബ്ജക്റ്റിലായിരിക്കും നമ്മൾ ഇപ്പോൾ 4th ആണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ് അറേയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ അറേയുടെ വാല്യൂസ് നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വിളിക്കുന്നത്. ആ ഒരു അറേ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഐറ്റംസ് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളിവിടെ മാപ്പ് ചെയ്തു, ഐറ്റം വെച്ചിട്ട് മാപ്പ് ചെയ്തു. ഇനി ഐറ്റം ഐ ഡി വെച്ചിട്ട് നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്യാം. ഐറ്റം ഡോട്ട് ഐ ഡി ഈക്വൽ ടു നമുക്ക് പാസ് ചെയ്തിട്ടുള്ള ഐ ഡി ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ പാസ് ചെയ്തിട്ടുള്ള ഐ ഡി ഏതാണോ അതിലോട്ട് നമുക്ക് ഐറ്റം പ്ലസ് ചെയ്യണം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറയും, 3 ഡോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രെഡ് ഓപ്പറേറ്ററാണ്. അതായത് എക്സിസ്റ്റിംഗ് ആ ഒരു അറേയെ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് അറേയിലുള്ള വാല്യൂസിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യും. അതിനുശേഷം ആ അറേയിലുള്ള വാല്യൂസിനെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇവിടെ ക്ലോസ് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ യൂസ് സ്റ്റേറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അസൈൻമെൻറ്റ് ഫംഗ്ഷൻ കാൾ ഇൻസ്റ്റഡ് ഓഫ് ദ ന്യൂ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ എറർ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇതിനകത്ത് തന്നെ ആ ഒരു എറർ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്തു. ഞാൻ ഒന്ന് കൂടി ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കൺസോൾ ചെയ്തു. അതിനുശേഷം കോൺസ്റ്റ് മാപ്പ് മെത്തേഡിനകത്ത് നമ്മളിത് വിളിച്ചു. ഓക്കെ, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു സിൻടാക്സിൽ ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നതിൻ്റെ ആ ഒരു പ്രൊസീജിയർ, അതായത് സിൻടാക്സ് നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മാപ്പ് ഫംഗ്ഷൻ ഞാനിവിടെ ജസ്റ്റ് പ്രൊഡക്റ്റ് ഐറ്റംസ് മാപ്പ് ഫംഗ്ഷൻ, അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ബ്രാക്കറ്റിനകത്തായിരിക്കണം നമ്മൾ പിന്നീട് വിളിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ നേരത്തെയുള്ള പ്രോബ്ലം നമ്മൾ ഓൾറെഡി കർലി ബ്രാക്കറ്റ് വിളിക്കാതെ നമ്മൾ ഇവിടെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു, അതായിരുന്നു ഇഷ്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കായി. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ക്വാണ്ടിറ്റി നമുക്ക് വർക്കായിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കീ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇതിലുള്ള ഐട്രേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ നമുക്ക് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഓരോരോ ഐട്രേറ്റ് ചെയ്തിട്ടുള്ള അറയിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കീ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു അസൈൻമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, ഇനി ഡിക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് നിങ്ങൾ എഴുതണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ പേസ്റ്റ് ചെയ്യാം. അതായത് സെയിം കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ഫോളോ ചെയ്താൽ മതി.
ബട്ടൺസ്, ഈ ബട്ടൺസിനകത്ത് നെഗറ്റീവ് ആയിരിക്കണം കമൻറ്റ് സെക്ഷൻ വരുന്നത്, നെഗറ്റീവ് ആയിരിക്കണം നമുക്ക് വരേണ്ടത്. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടൻ്റെ കളറ് വാർണിംഗ് കളറായിരിക്കണം. അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണോ അത് ഡിഗ്രിമെൻ്റ് ആയിട്ട് വരണം. അപ് ടു 0 വരെ വരാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചത് കീ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കീ ആട്രിബ്യൂട്ട്സ് അതുപോലെ തന്നെ നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിനി പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്